Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. നമുക്ക് ലൈറ്റും വിഷനുമായി ബന്ധപ്പെട്ട ഈ ഫിസിക്സ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സിനിമ പ്രൊജക്ടർ സെക്കൻഡിൽ 24 ഫ്രെയിംസ് എന്ന റേറ്റിൽ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ പാർട്ട് എ. സിനിമയിലെ പോലെ മൂവിംഗ് പിക്ചേഴ്സ് കാണാൻ സഹായിക്കുന്ന കണ്ണിന്റെ പെക്യുലിയാരിറ്റി എന്താണ്? മാത്രമല്ല, ഈ പെക്യുലിയാരിറ്റി എങ്ങനെയാണ് മൂവിംഗ് പിക്ചേഴ്സ് കാണാൻ സഹായിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. നമുക്ക് പാർട്ട് എയുടെ ആൻസർ നോക്കാം. കണ്ണിന്റെ ഈ പെക്യുലിയാരിറ്റി ആണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. നമ്മുടെ ഫീൽഡ് ഓഫ് വിഷനിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് പെട്ടെന്ന് റിമൂവ് ചെയ്താലും അതിന്റെ വിഷ്വൽ എക്സ്പീരിയൻസ് ഒരു സെക്കൻഡിന്റെ 1/16 ടൈമിലേക്ക് റിമൈൻ ചെയ്യുന്നു. അതുകൊണ്ട് സെക്കൻഡിൽ 16ൽ കൂടുതൽ ഫ്രെയിംസ് പ്രൊജക്റ്റ് ചെയ്താൽ അവ ഓവർലാപ്പ് ചെയ്ത് മെർജ് ആവുകയും കണ്ടിന്യൂവസ് മോഷൻ എന്ന ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ കമ്പാരിസൺ ഒന്ന് നോക്കൂ. 1 ഫ്രെയിം പെർ സെക്കൻഡിൽ ബോൾ ഭയങ്കര ജർക്കി ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് ഓരോ ചിത്രവും സെപ്പറേറ്റ് ആയി കാണാം. 16 ഫ്രെയിംസ് ആകുമ്പോൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണം അവ മെർജ് ആയി തുടങ്ങുന്നു. സിനിമ സ്റ്റാൻഡേർഡ് ആയ 24 ഫ്രെയിംസിൽ മോഷൻ ഫുൾ സ്മൂത്ത് ആയിരിക്കും, കാരണം ഓരോ ഫ്രെയിമും സെപ്പറേറ്റ് ആയി തിരിച്ചറിയാൻ കണ്ണിന് കഴിയില്ല. ഓർ നിങ്ങൾക്ക് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. റെഡ്, ഗ്രീൻ എന്നീ പ്രൈമറി കളർ സ്ക്രീനിൽ ഓവർലാപ്പ് ചെയ്താൽ ഫോം ചെയ്യുന്ന സെക്കൻഡറി കളർ ഏതാണ്? ഈ സെക്കൻഡറി കളറിന്റെ കോംപ്ലിമെന്ററി കളർ ഏതാണ്? അതിനുള്ള റീസൺ നൽകുക. നമുക്ക് പാർട്ട് ബി സോൾവ് ചെയ്യാം. റെഡും ഗ്രീനും ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന സെക്കൻഡറി കളർ ആണ് യെല്ലോ. യെല്ലോയുടെ കോംപ്ലിമെന്ററി കളർ ആണ് ബ്ലൂ. കാരണം ഒരു സെക്കൻഡറി കളറായ യെല്ലോയും ഒരു പ്രൈമറി കളറായ ബ്ലൂവും കമ്പൈൻ ചെയ്യുമ്പോൾ വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത്തരം കളർ പെയർസിനെയാണ് കോംപ്ലിമെന്ററി കളേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഡയഗ്രത്തിൽ കാണുന്നതുപോലെ റെഡും ഗ്രീനും കമ്പൈൻ ചെയ്താൽ യെല്ലോ ഫോം ചെയ്യുന്നു. ഇതിലേക്ക് കോംപ്ലിമെന്ററി കളറായ ബ്ലൂ കൂടെ ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.